Golden Diamonds, Kerala and Karnataka. ആ പരിപാടി സംബന്ധിച്ചതായിട്ട് ഈ എവിടെയെല്ലാം അദ്ദേഹം കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വളർന്ന് വരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ഇനിയും ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ പാർട്ടിക്ക്, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലാണ് സഖാവ് നമ്മെ വിട്ടുപിരിയുന്നത്. നോക്കണം, അദ്ദേഹം മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി വെച്ചു, എൻ്റെ ഭൗതിക ശരീരം കത്തിച്ചു കളയാനുള്ളതല്ല, ഭസ്മീകരിച്ചു കളയാനുള്ളതല്ല, അത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റണം. അതിനുവേണ്ടി അദ്ദേഹം എഴുതി വെച്ചു, എയിംസിൽ എൻ്റെ ബോഡി അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഭൗതിക എല്ലാ ആശുപത്രികളിലും പ്രധാനപ്പെട്ട കോളേജുകളിലെല്ലാം അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ തന്നെ നേതാവായിട്ടുള്ള സഖാവ് എം രാമണ്ണറായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കത്തിച്ചു കളയാനല്ല ഉപയോഗിച്ചത്, കുഴിച്ചു മൂടാനല്ല ഉപയോഗിച്ചത്, അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തയ്യാറായത്. അതുപോലെ ഭൗതിക ശരീരം ഇന്ന് ആവശ്യത്തിന് വേണ്ടി ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ എയിംസിൽ നൽകണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ അതേ മാതൃക തന്നെയാണ് മരണശേഷം അദ്ദേഹത്തിൻ്റെ നേതാക്കളിൽ നിന്ന്, പാർട്ടി നേതാക്കളിൽ നിന്ന് എല്ലാം വ്യത്യസ്തനായ ഒരു നേതാവിനെയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന നേതാവായിട്ട് സഖാവ് യെച്ചൂരി മാറിയത്. ഇപ്പോൾ 2-3-4 ദിവസങ്ങളിലായിട്ട് മാതൃഭൂമി, മനോരമ, നമുക്കറിയാം EMSനെ കുറിച്ചെല്ലാം നമ്മുടെ പത്രങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കപ്പെടുന്ന കിട്ടിയ കാര്യങ്ങൾ എന്താണ് എന്നെല്ലാം നമുക്കറിയാം. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം എഴുതി വെച്ചത്, ലോകത്ത് ഇങ്ങനെയുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല. ശരിയാണ്, ലോകത്ത് അങ്ങനെയുള്ളൊരു നേതാവ് അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല, മരിച്ചപ്പോഴാണ് അത് രേഖപ്പെടുത്തുന്നത്. മുമ്പ് തന്നെ നമുക്കറിയാം ആരാണ് EMS, ആരാണ് AKG എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ആരാണ് സീതാറാം യെച്ചൂരി, എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബം, ആരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ സംബന്ധിച്ച് നമുക്കറിയാം. സഖാവ് സീതാറാം യെച്ചൂരിയാക്കി വളർത്തിക്കൊണ്ടുവന്നത് EMS, AKG, ബസവ് പിന്നയ്യ, അതുപോലെ BT രണദിവേ തുടങ്ങി സുന്ദരിയ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLA എന്നെ ദില്ലിക്കുന്ന് അവർകളെ ക്ഷണിച്ചു. ആ വാക്കുകൾ ഹൃദയം തൊട്ട വാക്കുകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മുമ്പ് നേതാക്കന്മാർ മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഹൃദയം തൊട്ട വാക്കുകൾ പലപ്പോഴും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയല്ല. സീതാറാം യെച്ചൂരി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഇന്ത്യയുടെ നേതാവാണ് എന്ന് പറയുന്നതിനോടാണ് എനിക്ക് ഇഷ്ടമെന്ന് താല്പര്യവും ഇഷ്ടവും സ്വന്തം പാർട്ടിയോടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അവർ പ്രവർത്തിക്കുന്ന, അവർ നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് ക്ഷയം ഉണ്ടാകുമ്പോൾ അതാണ് അവർ ഏറ്റവും പ്രാമുഖ്യം നൽകി ആ ക്ഷയം പരിഹരിക്കാനാണ് അവർ ശ്രമിക്കുക. അതാണ് അവർ ഏറ്റവും ഗൗരവമായി എടുക്കുന്ന വിഷയം, സ്വന്തം പാർട്ടിക്കുണ്ടാകുന്ന ക്ഷയം. പക്ഷേ സീതാറാം യെച്ചൂരിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം പ്രവർത്തിച്ച പാർട്ടി, അതുപോലെ തന്നെ അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയേക്കാൾ അദ്ദേഹം കൂടുതൽ അദ്ദേഹം ജനിച്ചതും ജീവിച്ചതുമായ ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയിലാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. അറിയാം, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ ശക്തിയെക്കുറിച്ചും അവരുടെ അംഗബലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ആ പാർട്ടികളെക്കാൾ കൂടുതൽ ഇന്ത്യ മുന്നണിയിൽ പരിഗണന ലഭിച്ചിരുന്നത് CPM-ലെ യെച്ചൂരിക്കാണ് എന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഡൽഹിയിൽ നമ്മുടെ പാർലമെൻറ്റിൽ സീതാറാം യെച്ചൂരിയുടെ പാർട്ടിക്കുള്ള പരിമിതികളെക്കുറിച്ചും നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ പാർട്ടിക്ക് സീതാറാം യെച്ചൂരി പാർട്ടികളും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ മറുവാക്ക് കടുംപിടുത്തം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കടുംപിടുത്തമുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാർക്കും കടുംപിടുത്തം കുറേശ്ശെയായി അത്യാവശ്യമാണ്. പക്ഷേ സീതാറാം യെച്ചൂരിക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ്റെതായ കടുംപിടുത്തം ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം സത്യത്തെ സത്യമായി കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെറ്റിനെ തെറ്റായി കാണുവാനും ഒരിക്കലെടുത്ത നിലപാടായിരുന്നു അത് എന്ന് തുറന്നു പറയുവാനും സീതാറാം യെച്ചൂരിക്ക് ഒരു മടിയും ഉണ്ടായില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യത്തെ UPA ഗവൺമെൻറ്റിനുള്ള പിന്തുണ ഇടത് പക്ഷം പിൻവലിച്ചത് ഈ അമേരിക്കയുമായുള്ള ആണവ കരാറിൻ്റെ പേര് പറഞ്ഞാണ്. സീതാറാം യെച്ചൂരി പിന്നീട് CPM-ന്റെ സെക്രട്ടറിയായി വന്നപ്പോൾ പിന്തുണ പിൻവലിച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് സീതാറാം യെച്ചൂരി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ UPA ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവിഗതികൾ തന്നെ മാറുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറച്ചു നിന്നപ്പോൾ ചിലപ്പോഴൊക്കെ സംഭവിച്ച തെറ്റായ അത് ഏതൊരാൾക്കും സംഭവിക്കും, ഏത് നേതാവിനായാലും സംഭവിക്കും. ചില നേതാക്കന്മാർ തെറ്റ് തുറന്ന് പറയാൻ തയ്യാറാവുകയില്ല. പക്ഷേ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ഒരു നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിന് കരുത്തനായ നേതാവായി ഇരുന്നു എങ്കിലും എനിക്ക് പറയാനുള്ളത് ഈ നഷ്ടം താങ്ങാനുള്ള കരുത്ത് നമ്മുടെ ഇന്ത്യക്ക് നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിന് വേണ്ടി CPM എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നല്ല എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ രാജ്യം എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ സാന്നിധ്യം എത്രയോ കാലം നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മിൽ നിന്ന് സീതാറാം യെച്ചൂരി വിട പറഞ്ഞത്. ഈ നഷ്ടം താങ്ങാൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ മതേതരവാദികൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കും ഈ നഷ്ടം താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നേതാക്കളിൽ ഒരാളായിരുന്നു എന്ന് ചിലരെങ്കിലും സ്വയം സാക്ഷാത്കരിക്കുന്നത് ഈ മരണത്തിന് ശേഷമായിരുന്നു. സഖാവ് യെച്ചൂരി പാർട്ടിയുടെ സാധ്യതകൾക്കപ്പുറം വളർന്ന നേതാവാണ്. ചിലർ അങ്ങനെയാണ്. നമുക്ക് പിന്നെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ചില പരിമിതികൾ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. അതൊരു വട്ടമാണ്. ആ വട്ടത്തിനകത്ത് ചില പരിമിതികൾ നമുക്കുണ്ടാവാറുണ്ട്. പക്ഷേ യെച്ചൂരിക്ക് ആ പരിമിതികളെ മറികടക്കാൻ പറ്റുകയും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി മാറാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു നേതാവായിരുന്നു. ചിലപ്പോൾ പാർട്ടിയിൽ ഏറ്റവും അധികം
നിലപാടുകളിൽ വ്യക്തിപരമായി സംഘർഷം അനുഭവിച്ച ഒരു നേതാവായിരുന്നു യെച്ചൂരി. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ പാർട്ടി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ അതിന്റെ സാധ്യതകളെ ഒന്ന് വിപുലീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ എക്സ്പ്ലോർ ചെയ്യാൻ, അതിനെ പ്രയോജനപ്പെടുത്താൻ ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. പ്രതിനിധാനം ചെയ്യുന്നു സഖാവ് യെച്ചൂരി എന്ന് ചില പത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിന് ഒരു മാപ്പുസാക്ഷിയാണ്, ഒരു മൂകസാക്ഷിയാവാൻ കാലം അദ്ദേഹത്തെ കാത്തുവെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ നിലപാടുകളിൽ മറ്റൊന്നായിരുന്നു, ഇപ്പോൾ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്, ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇവിടെ പ്രയാസമുള്ള ഒരു വിഷയത്തിൽ ആയിരുന്നോ നിങ്ങൾ ആ ഒരു സാധ്യതയെ തകർക്കേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യം നമ്മുടെയൊക്കെ മുമ്പിൽ ഉയരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് യെച്ചൂരിയെ ഓർക്കുമ്പോൾ നമുക്ക് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകണം, ലെഫ്റ്റിന് മുന്നോട്ട് പോകണം. വിശാലാർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്ക് വഹിക്കാൻ പറ്റി, നമുക്ക് അഭിമാനം. പക്ഷെ നമ്മൾ പരിമിതാർത്ഥത്തിൽ നമ്മളൊക്കെ അത് ഇപ്പോഴൊക്കെയാണ് പിന്നീട് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സ് തന്നെ കൂമ്പടഞ്ഞു പോയി, ഇനി സാധ്യതയില്ല എന്നൊക്കെ വിചാരിക്കുന്നിടത്താണ് പുതിയ മുകുളങ്ങളൊക്കെ മുളച്ചു വരുന്നത്. അത് പല രൂപത്തിലാവാം. ജനങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, ജനങ്ങൾ പിറകോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഒരു പ്രതലം, അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത. ആപ്പുകൾ ഇപ്പൊ അതിശയൊന്നതുപോലെ പഞ്ചാബിൽ സംഭവിച്ചതുപോലെ പുതിയ സാധ്യതകൾ ജനം അത് അന്വേഷിച്ചോണ്ടേ. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് പറ്റും. 72-ാം വയസ്സ് ഇത് ഒരു അകാല മരണമാണ്. സഖാവ് യെച്ചൂരിക്ക് സുഖമില്ല, ന്യൂമോണിയാണ്, ശ്വാസകോശ അണുബാധയാണെന്നൊക്കെ ആദ്യമൊക്കെ വരുന്ന വാർത്തകൾ നമ്മളൊക്കെ അത് അങ്ങനെ ഒരു അപായകരമായ തരത്തിൽ ഒരു ചെറിയ പ്രായമാണ്, അനുഭവത്തിന്റെ കരുത്തുള്ള വലിയ നിലയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ചിന്തയും വർത്തമാനവും ഒക്കെ ആയി മുന്നോട്ട് തിളങ്ങി നിൽക്കേണ്ടുന്ന ഒരു സമയത്തുള്ള ഒരു അകാല അസമയത്തുള്ള അപ്രതീക്ഷിതമായ മരണം CPIM മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇന്ത്യക്കും എല്ലാം വലിയ നഷ്ടമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ ഈ ദുഃഖത്തിൽ എൻ്റെ പ്രസ്ഥാനം കൂടി അതിൻ്റെ വേദന പങ്കുവെക്കുന്നു. മരണാനന്തര ചടങ്ങുകളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നു മഹാനായ ഒരു നേതാവായി ലോകത്തോട് വിട പറയുകയാണ് യെച്ചൂരി. ഡൽഹി നഗരം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി ഇന്നും സമരത്തിന്റെ പോരാട്ടത്തിന്റെ വീര്യം ആ യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്തുനിന്ന് മാറിയിരുന്നു. അത് അന്ന് ഉയർത്തിപ്പിടിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും ശക്തമായ പോരാട്ടം. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന് താഴെ ഇരുന്നു വിട്ടു. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ശക്തമായ SFIയുടെ സമരമുഖത്തും പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരിയായി. അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ വീര്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മായാതെ അനുഭവമായി കിടക്കുക. നമുക്കറിയാം, പൗരത്വ വിഷയത്തിൽ ഡൽഹിയിലെ SFIയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ പോരാട്ടം ഞാൻ ഇവിടെ അടുത്ത് കണ്ടതാണ്. അപ്പൊ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ പോരാട്ടത്തിന്റെ വീര്യം ഇന്ത്യ രാജ്യത്തെ തലമുറയായി വിദ്യാർത്ഥികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള ഡൽഹിയിലെ, അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിലെ വിദ്യാർത്ഥി സമര ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയില്ല,
കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധി ഇവിടെ അടുത്തിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രമേയം പോലും തയ്യാറാക്കുന്നത് സീതാറാം യെച്ചൂരിയാണ് എന്നാണ്. ഞാനിവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്തിന് മുന്നണികളുണ്ട്, കൂടുതൽ സീറ്റുകളുടെ മുന്നണി, കൂടുതൽ അംഗബലങ്ങളുടെ മുന്നണിയുണ്ട്. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം അംഗബലം കുറവാണ്. ആ അംഗബലം കുറവായ CPM-ന്റെ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്കുവഹിച്ചു എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇന്ത്യയിലെ തന്നെ മതനിരപേക്ഷതയും മതേതരത്തിന്റെ ജനാധിപത്യ ഇന്ത്യയുടെ നേതാവായിട്ടാണ് നമ്മൾ അദ്ദേഹം വിട പറഞ്ഞത്. കഴിയണം. നമുക്കറിയാം, മഹാന്മാരായ നേതാക്കന്മാർ നമ്മോട് വിട പറയുമ്പോൾ ആ വിട പറഞ്ഞതിന് ശേഷമാണ് അവര് സമര നായകന്മാരായി നമ്മുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നത്. അതാണ് ഇവിടെ കണ്ടുപിടിയിരിക്കുന്നത്. സീതാറാം യെച്ചൂരി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനം തൊട്ട് ഇന്ന് വരെ നടത്തിയ സമര പോരാട്ടങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടി, മതേതര ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം, ആ പോരാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവൽപടനായി നമ്മുടെ ഓരോ ആളുകളെയും ഹൃദയത്തിൽ ഇന്നും നിൽക്കുന്നത്, ഇതിഹാസ പുരുഷന്മാരായി മാറുന്നത്. ആ കൂട്ടത്തിൽ സീതാറാം യെച്ചൂരി ഇവിടെ ഇതിഹാസ പുരുഷനായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ വയസ്സ് വലിയ വയസ്സല്ല. ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമെന്ന് നമ്മൾ ആരും കരുതിയിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് വെല്ലുവിളിയോടുകൂടി കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ സീതാറാം യെച്ചൂരിയെ പോലുള്ള മഹാനായ നേതാവിന്റെ അഭാവം ജനാധിപത്യ ഇന്ത്യക്ക് നഷ്ടമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സാമൂഹികാസമാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ CPM-ന്റെ നഷ്ടത്തിനപ്പുറം ജനാധിപത്യ ഇന്ത്യയുടെ കൂടി നഷ്ടമാണ് സീതാറാം യെച്ചൂരി വേർപാടിൽ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. സർവകക്ഷി യോഗത്തിന്റെ അധ്യക്ഷൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ വേദിയിലുള്ള നേതാക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ നമസ്കാരം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ അവരുടെ കടുംപിടുത്തമെന്ന് ഞങ്ങൾ എതിരാളികൾ പറയുമെങ്കിലും ആശയത്തോടുള്ള കഠിനമായ താല്പര്യത്തോടുകൂടി, അല്ലെങ്കിൽ അതിനോടുള്ള മമത വാത്സല്യം എന്നൊക്കെ പറയുന്ന, അതാണ് എനിക്ക് അവരുടെ നേതാക്കളിൽ ദർശിക്കാൻ സാധിച്ചത്. വാശി എന്നതിന് പകരം അതിന് അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. കടുപിടുത്തം എന്നതുപരിയായിട്ട് അടിയുറച്ചുള്ള ആ വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. എണ്ണക്കുറവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിജയിക്കാൻ സാധിക്കാത്തത്, മുന്നോട്ട് പോകാൻ അങ്ങനെയുള്ള അഭാവമുള്ളത് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിരുദ്ധങ്ങളായ ആശയങ്ങൾ ഉണ്ടാവാം. ആ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ആ ആശയങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ എല്ലാവരും തന്നെ വ്യക്തിപരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളില് മറ്റുള്ള ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന നേതാക്കന്മാരുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വത്തെ അവരുടെ ആശയം മാറ്റി നിർത്തിയ പല നേതാക്കളും ശ്രദ്ധേയരാകുന്നത് അവരുടെ മറ്റുള്ള പൊതുരംഗത്തുള്ള നിലപാടുകളാണ്. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള നിലപാടെടുക്കുന്നതിൽ വ്യത്യസ്തരായി ആ നിലപാടിന് അംഗീകാരം ഭേദമന്യേ നോക്കുമ്പോൾ അതിൽ ഒരു പ്രധാന സ്ഥാനം ശ്രീമാൻ യെച്ചൂരിക്ക് ഉണ്ട് എന്നുള്ളത് ആർക്കും എതിര് പറയാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 96-ലെ യുണൈറ്റഡ് ഫ്രണ്ട്, 2004-ലെ UPA, ഒന്നുമില്ലാതിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റ് നേതൃത്വമാണ് ഭാരതത്തിന്റെ ഭരണത്തെ നിയന്ത്രിച്ചത് എന്ന് നോക്കുമ്പോൾ
അവിടെ ആശയപരമായ അദ്ദേഹത്തിനുള്ള അല്ലെങ്കിൽ ആ നേതാക്കൾക്കുള്ള പ്രാധാന്യമാണ് ലഭിച്ചത്. മറ്റുള്ളവരൊക്കെ അണിചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ശ്രീമാൻ സീതാറാം യെച്ചൂരിയുടെ ആ പ്രാധാന്യം അവിടെയാണ്. അദ്ദേഹത്തിന്റെ ആശയത്തില് അല്ലെങ്കിൽ അദ്ദേഹം പല ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ സുന്ദരയ്യ, EMS, AKG അവരുടെയൊക്കെയുള്ള ആശയങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് യെച്ചൂരിയിലൂടെ പുറത്തു വന്നതെന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ അഭാവം, ഇല്ലായ്മ അതൊരു നഷ്ടം തന്നെയാണ്. 1995 KG മാരാർ മരണപ്പെട്ടത്. KG മാരാർ മരണപ്പെട്ടപ്പോൾ ഇതുപോലുള്ള സർവകക്ഷി അനുശോചന യോഗത്തില് അന്ന് പങ്കെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞതും ഞാൻ ഈ പറയുന്ന ശൈലിയിൽ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പൊതുപ്രവർത്തനത്തില് ആശയങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും വ്യക്തിപരമായ നിലപാടുകൾക്ക് അതിനേക്കാൾ കൂടുതലായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമാണ് ഭരണരംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഒരു ഭാവിയിലേക്ക്, നിലപാടിലേക്ക്, നയങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വം പോലെ തന്നെ രാഷ്ട്രത്തിനും നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ കാണുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല, ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് സംഘടനയ്ക്ക് വേണ്ടി, ആശയത്തിന് വേണ്ടി നിലനിൽക്കുന്ന എല്ലാവർക്കും വ്യക്തിപരമായ ദുരന്തങ്ങൾ ഉണ്ടാകാം. അതിലൊരു ദുരന്തമാണ് അദ്ദേഹത്തിന്റെ മകന്റെ അകാലത്തിലുള്ള വിയോഗം. അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു ദുരന്തം കൂടിയാണ്. നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ ഇതുപോലെ ഓരോ ആളുകൾക്കും, ഓരോ വ്യക്തികൾക്കും ഇതുപോലുള്ള വ്യക്തിപരമായ ദുരന്തങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് വന്നിട്ടുണ്ട്. ആരാണോ കഠിന മനസ്സോടുകൂടി ഒരു ആശയത്തിന് വേണ്ടി ആ ആശയത്തിന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അവർക്കൊക്കെ വ്യക്തിപരമായ ദുരന്തങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. ദുരന്തം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തിപരമായ ദുരന്തം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അസാമാന്യ വ്യക്തിയാണ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ വന്നിട്ടുള്ളത്. വ്യക്തിപരമായ ഒരു അഭിപ്രായം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഞാൻ ഇന്ന് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നിട്ടും ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം വരാനുള്ള വേറൊരു കാരണം, ജില്ലാ പരിപാടിയില് കാഞ്ഞങ്ങാട് നടന്നപ്പോൾ അവിടെ BJPയുടെ പ്രതിനിധിയെ കണ്ടില്ല. ഞാൻ പത്രത്തിലൂടെ നോക്കിയാണ്, അപ്പൊ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് തന്നെയാണ് ഇന്ന് ഇവിടെ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ഇതില് ആണ് ഞാൻ ഇത് വന്നിട്ടുള്ളത്. ആശയപരമായിട്ട് രണ്ട് ധ്രുവങ്ങളിലാണ് ഞങ്ങളൊക്കെ. പക്ഷെ വ്യക്തി, അദ്ദേഹത്തിന്റെ പല പ്രസ്താവന ആളുകളും, രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ ആളുകളും ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ എന്ന് ചിന്തിച്ചു പോകും. അവിടെയാണ് അദ്ദേഹത്തിന്റെ സംഘടനാപരമായ, ആദർശപരമായ, വ്യക്തിപരമായ പാഠം എന്നാണ് എനിക്ക് പറയാം. അതുപോലെ ഒരു ആശയത്തിലെ EMS ഒക്കെ വൈവിധ്യങ്ങളായ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ലളിതമായ വാക്കുകളില്, ലളിതമായ രീതിയില് ആ അവസരത്തിൽ പറയുമ്പോൾ ഇതല്ലേ ശരിയെന്ന് തോന്നി എന്നുള്ളൊരു ചിന്ത ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എൻ്റെ പാർട്ടിക്കുള്ള ദുഃഖം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾക്കും അദ്ദേഹമാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ MLA സർ പറഞ്ഞ പോലെ തന്നെ അതിൽ അപൂർവം ചില നേതാക്കന്മാർ അവരുടെ മരണത്തിൽ നാം എന്നും ദുഃഖിതരായിക്കൊണ്ടാണ് നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ രാജ്യം തന്നെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന. മതേതര ഇന്ത്യക്ക് വേണ്ടി വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ മതേതരത്തിന് വേണ്ടി ഒരു നേതാവ് കൂടിയാണ്. ജനാധിപത്യത്തിന് വേണ്ടി, ജനാധിപത്യം ഊട്ടുറപ്പിക്കാൻ വേണ്ടി തൻ്റെതായ കഴിവ് ഉപയോഗിക്കുകയും അവസാനം വരെ തൻ്റെ ജീവിതം തന്നെ ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ വിയോഗം CPIM പാർട്ടിക്ക് മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല, നേരത്തെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തേക്ക് തന്നെ തീരാ നഷ്ടമാണ്. പകരം വെക്കാനില്ലാത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ വിയോഗം നികത്താൻ നമ്മുടെ രാജ്യത്തെ
വളരെയധികം സംശയമില്ല അത്രയും നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു, ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു യെച്ചൂരി സാർ എന്നതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തേക്ക് തന്നെ വന്ന നഷ്ടത്തിൽ ആ വേദനയിലും ആ ദുഃഖത്തിലും CPS കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും പങ്കുചേരുകയും മനുഷ്യ ജനാധിപത്യം ചെയ്തുകൊണ്ട് നേതൃത്വം ചെയ്യുന്നു. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും അദ്ദേഹത്തിന് ഉയരാൻ വർഷങ്ങൾ ബാക്കി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന് മാത്രമല്ല, ഈയിടെ എൻ്റെ മുൻ പ്രാസംഗികൻ പ്രസംഗിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിന് ആകമാനം ഏറ്റ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സർവശക്തനായ ദൈവം ശാന്തി നൽകുമാറാകട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്നും പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ലാൽസലാം. അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, യെച്ചൂരിയുടെ വിയോഗം നമ്മെ ദുഃഖത്തിലാക്കി, അത് ശരി തന്നെയാണ്. പക്ഷേ നാം നമ്മുടെ കടമകളിൽ നിന്ന്, കടപ്പാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാതെ സഖാവ് യെച്ചൂരി ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് തിരികൊടുത്തി തന്ന ഒരു മാർഗം നാം മുന്നോട്ട് നയിക്കുക തന്നെ വേണം. ഇന്ത്യ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള ആ നന്മ സന്ദേശം നാം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ യുവത നാം എല്ലാവരും ഓരോരോ യെച്ചൂരിമാരായി ഉയർത്തെഴുന്നേൽക്കണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് യെച്ചൂരിയുടെ ആ ദുഃഖത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ജയിപ്പാൻ കാലങ്ങൾ ഇന്ത്യ രാജ്യത്തിലെ മതേതര ജനാധിപത്യത്തിന് വേണ്ടി പോരാടി നമ്മളിൽ നിന്ന് വിടപറഞ്ഞു പോയ യെച്ചൂരിയുടെ ഈ അനുശോചന യോഗത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പ്രതിദാനം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും താങ്ങാനാവാത്ത ഒരു വിടവ് തന്നെയാണ് തീർത്തും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഈ ദുഃഖത്തിൽ എൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെയും അനുശോചനം അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം ആവർത്തനം വീണ്ടും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നഷ്ടം നികത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഒരുപാട് നേതാക്കന്മാർ നമ്മളെ വിട്ട് തിരിഞ്ഞ് പോയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ അടുത്ത് എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാർട്ടി സഹാക്കന്മാരും അതുപോലെ തന്നെ സഹായത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹാവിൻ്റെ വിടവ് നികത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് CPM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ അനുശോചനം കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട്
നേതാക്കൾ, ആ നേതാക്കളുടെ കൂട്ടത്തിൽ അവരുടെ ആശ്രമത്തോടു കൂടി അത് വ്യക്തമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അപൂർവ നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് സീതാറാം. ഇന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതൃത്വനിരയിൽ എത്തിയെങ്കിലും ആ നേതൃത്വനിരയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തന്നെ നയിക്കുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും സഖാവിന് കഴിയുന്നു. എങ്ങനെ ജീവിക്കണം എന്ന് വളരെ ലളിതമായി നമ്മുടെ രാജ്യത്തിന് കാണിച്ചു തന്ന ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് രാജ്യത്തിന്റെ അകത്ത് ആ പാർട്ടികൾ പ്രവർത്തിക്കുന്ന രീതിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു സഖാവാണ്. അത് ക്യൂബയിലെ നേതാവായാലും എവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായാലും വളരെ ആദരവോട് കാണുന്ന ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് യെച്ചൂരി. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടം നികത്തുന്നതിനു വേണ്ടി അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജീവിത രീതിയും നമ്മളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയി ഒരു യാത്രയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നൊരു സംശയമുണ്ട്. നമ്മുടെ ആളുടെ ജീവിതം നമുക്കൊരു പാഠമാണ്, ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഒരു ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ ഇത്രയും ലളിതമായി ജീവിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം തന്നെ എല്ലാവരും മത്സര ഓട്ടമാണ്. എനിക്ക് എത്താൻ വേണ്ടി പറ്റും, എനിക്ക് എത്താൻ വേണ്ടി പറ്റും എന്ന രീതിയിൽ എത്രയും വലിയ ഉന്നത പദവിയിലിരുന്ന ലക്ഷങ്ങള് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കഴിവുള്ള ഒരു മനുഷ്യൻ ഒന്നുമില്ലാതെ. ഞാൻ പണ്ടൊരിക്കൽ ഡൽഹിയിൽ പോയപ്പോൾ AKG ഭവനിൽ പോകുമ്പോൾ നമുക്ക് പുറത്ത് കാണുമ്പോൾ നമ്മുടെ AKG സെന്റർ വലിയ സംഭവം എന്ന് പോലെ തോന്നാം. പക്ഷെ അതിന്റെ അകത്ത് അറങ്ങുള്ള റൂമിന്റെ അകത്താണ് ഈ സാധനങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ സമയമെല്ലാം തന്നെ എനിക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ അകത്തിരുന്നു കൊണ്ടാണ് ആ സഖാവ് പുസ്തകങ്ങളും അതുപോലെ നിരന്തരമായ പഠനത്തിന് വേണ്ടിയുള്ള പഠന ഉപകരണവുമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. നമ്മുടെ കണ്ടപ്പാട് തന്നെ കേരളത്തിലാണ്, കാസർഗോഡാണ് വേണ്ടിയും വളരെ ലളിതമായി നമ്മൾ സംസാരിക്കുന്നതിനും വേണ്ടി നിന്ന ഒരു നേതാവാണ് സഖാവ് യെച്ചൂരി. അപ്പോൾ എത്ര സാധാരണക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ലളിതമായി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാമെന്ന് കാണിച്ചു തന്ന ഒരു അത്രയും ഉന്നതിയിലിരിക്കുമ്പോഴും എത്രയും സാധാരണക്കാരനോട് ഒരു കർഷക തൊഴിലാളിയുടെ പ്രവർത്തകനായാണ് ഞങ്ങളൊന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ പ്രയാസപ്പെടുന്ന കൃഷിക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് ഇന്ത്യ രാജ്യത്തിനകത്ത് വഴികാട്ടിയും മാർഗനിർദ്ദേശവും നൽകിയ സഖാവ് കൂടിയാണ് സഖാവ് യെച്ചൂരി. അതുകൊണ്ട് തന്നെ സഖാവ് യെച്ചൂരിയുടെ വേർപാട് ഈ രാജ്യത്തിലെ കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖവും പ്രയാസവുമാണ്. ആ ദുഃഖവും പ്രയാസവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഭാഗത്തുനിന്നും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ യെച്ചൂരിയെ പോലുള്ള നേതാക്കന്മാരെ ഒരിക്കലും സ്മരിക്കാൻ പോലും ആവശ്യമായില്ല. പക്ഷേ ഇന്ത്യ എന്ന ആശയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആശയം ഏറെ പ്രസക്തിയുള്ള നാളുകളായിട്ട് കൊണ്ടുപോയി. ആ നാളുകളിലെല്ലാം യെച്ചൂരി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ തൻ്റെ ആശയത്തെ, ഇടതുപക്ഷ ആശയത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്നു. അതിന് ഏത് മാർഗത്തിലൂടെയാണെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ കിട്ടാവുന്ന എല്ലാ മാർഗവും ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി പഠിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുകയും ചെയ്ത നേതാവായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ ബഹുമതികളും അനുശോചനവും രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ഈ അനുശോചനത്തിൽ സഖാവ് യെച്ചൂരിയുടെ നിര്യാണത്തിൽ DYFയുടെ അഗാധമായ ദുഃഖവും അനുശോചിക്കുകയായിരുന്നു. നേതാക്കന്മാർ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലുണ്ടായിട്ടുള്ളത്. സഖാവിൻ്റെ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ, അതുപോലെ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സംഭാവന നൽകിയ വിഷയങ്ങളും, അതുപോലെ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആശയങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുശോചന യോഗത്തിൽ മഹിളാ അസോസിയേഷൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു.
ನಮಗೆ ಅವರ ಶರೀರ ಮಾತ್ರ ಇಲ್ಲದಾಗಿದೆ. ಅವರು ಹೇಳಿದ ಒಂದೊಂದು ಮಾತುಗಳು, ಅವರು ಹೇಳಿದ ಆಶಯಗಳು ಇದೆಲ್ಲ ಈ ಮಂಡಲದಲ್ಲಿ ಹಾಗೆ ನಿಂತಿದೆ. ಅದನ್ನು ನಡೆಸೋಕ್ಕಾಗಿ ನಾವೆಲ್ಲರೂ ನಮ್ಮಿಂದ ಆಗುವಂಥ ಕೆಲಸಗಳು ಮಾಡಬೇಕು ಅಂತ ಮಾತ್ರ ಹೇಳಿಕೊಂಡು ಅವರ നിര്യാണത്തിൽ സംതാപ വ്യക്തപ്പെട്ടുള്ള ധന്യവാദം. ഒക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി 15ാം പാർട്ടി കോൺഗ്രസിൻ്റെ ചേരുന്ന സമയത്താണ് ലോകത്തിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് സോവിയറ്റ് റഷ്യയും അതുപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ സോഷ്യലിസം ഉപേക്ഷിച്ചുകൊണ്ട് മുതലാളിത്തത്തിലേക്ക് പോകുന്നു എന്ന രൂപത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നു വന്നിരുന്നത്. ആ ഘട്ടത്തിൽ 15ാം പാർട്ടി കോൺഗ്രസിൽ സഖാവ് യെച്ചൂരി നമ്മുടെ ലോകരാജ്യത്ത് സോഷ്യലിസം തകർന്നു എന്നും DNA there is no alternative എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച ആ പ്രമേയം സോഷ്യലിസം ഈസ് ദി ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം പാർട്ടി കോൺഗ്രസിന്റെ രേഖയായി അവതരിപ്പിക്കുകയും ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യലിസമല്ല നശിച്ചിട്ടുള്ളത്, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഗവൺമെന്റുകൾ നേതൃത്വം കൊടുത്തവർക്ക് വന്നിട്ടുള്ള വൈകല്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും നശിക്കില്ല എന്നും ആധികാരികമായി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതുകയും രേഖകൾ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവാണ് നമുക്ക് ലഭ്യമാണ്. ആ പുസ്തകങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആദർശവും മാർക്സിസത്തിന്റെയും സോഷ്യലിസവും ആണ് എന്നുള്ളത് നമുക്ക് ഭാവി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു വലിയ ജനാധിപത്യ മതേതര സങ്കല്പത്തിന്റെ അതിന്റെ വലിയൊരു വക്താവ്, അത് ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ കാര്യം അരക്കൊട്ട് ഉറപ്പിച്ചതാണ്. നമുക്ക് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ഈ പറയുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെ അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രതിജ്ഞയെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്തിനകത്തും ലോകത്തിനകത്തും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ദീക്ഷണാശാലിയായിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വത്തിലൂടെയാണ് സഖാവ് യെച്ചൂരി. സഖാവ് യെച്ചൂരി ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇത്രയേറെ ആദരവ് ലഭ്യമായിട്ടുള്ള ചെറുപ്പം ചില നേതാക്കളിൽ പ്രധാനിയാണ് സഖാവ് യെച്ചൂരി. തന്നെ ലോക വിവരം തന്നെ അറിഞ്ഞിട്ട് പോലും 24ാം പാർട്ടി കോൺഗ്രസ് 2025 മധുരയിൽ നടക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനകത്ത് അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ക്രോഡീകരണം നടത്തുന്നതിനിടയിലാണ് സഖാവ് ആശുപത്രിയിലാകുന്നത്. തുടർന്നാണ് സഖാവ് മരണപ്പെടുന്നത്. മനുഷ്യ സമൂഹത്തിനിടയിൽ വളരെ ലളിതമായി ഇടപെടുകയും ചെയ്തിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വിടവ് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ചില സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് ഉൾപ്പെടെ തന്നെ തീരാ നഷ്ടമാണ്. ആ സഖാവിലെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ಕಾಮ್ರೇಡ್ ಸೀತಾರಾಮಚೇರಿ ಮಂಡ ನಮ್ಮ ಕಾರ್ಮಿಕರಿಗಳ ಬಡ ಜನಕ್ಕೂ ಬಡತ್ತು ಇನಿ ಒಂದು ಪುಸ್ತಕನ್ನೇ ಆಯ್ನ ಯೋಚೇರಿ ಸೀತಾರಾಮಚೇರಿ ನಮ್ಮನ್ನು ಇದು ಕೊಡ್ತೇವೆ. ಆ ಸೀತಾರಾಮಚೇರಿ ಮಂಡ ನಾವು ಅక్కడ ಮತ್ತೆ ಕೇಂದ್ರ ಒಂದು ಶ್ರೀಮಂತ ಕುಟುಂಬಗಳು ತನ್ನ ಅಮ್ಮೇರು ಇಂಜಿನಿಯರ್ಲ ಅಪ್ಪ ಟೀಚರ್ಲ ತಿತ್ತಿನ ಆ ಕಾಲನು ಆರು ಅಭಿಪ್ರಾಯಪಟ್ಟ ತಮ್ಮ ಈ ದೇಶದ ಜನಕ್ಕೇ ಬಡತ್ತು ದೇಶದ ಕಾರ್ಮಿಕರೇ ಬಡತ್ತು ಹೋರಾಟ ಮಾಡ್ತದೆ ಸಾಲ ಅಧ್ಯಾಪಕ ಆಯ್ತು. ಇನಿ ನಮ್ಮ ಈ ದೇಶದ ಅಧ್ಯಾಪಕ ಮಾತ್ರ ಲೋಕದ ಅಧ್ಯಾಪಕ ಆಯ್ತು ನಮ್ಮನ್ನು ಕುಡಿದು போயிரு ಆರ್ನ ಈ ಸ್ಮರಣೆ ಶ್ರದ್ಧಾಂಜಲಿ ಅರ್ಪೋತೆ ಅನ್ನೋ ಪಾತ್ರ ಉಂಟಾಗ എന്നെ ഒഴിവാക്കണം, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രയാസം കാര്യങ്ങളെല്ലാം കൊള്ളാമെന്ന് മെമ്പർഷിപ്പ് ഒരു കാര്യം അനുഭാവം
ആക്കാവുന്ന വ്യക്തി ജീവിതമടക്കമുള്ള ആണ് സഖാവ്. ഏത് പാർട്ടിയുടെ നേതാവാണോ ആ പാർട്ടിയുടെ വലിയ നിലയിൽ വളരാൻ ഉദ്ദേശിക്കുന്നു. ഭൗതികമായിട്ടുള്ള സംഭാവന എല്ലായിടത്തും റാങ്ക് ചെറിയ കാര്യം. അങ്ങനെയുള്ളവർ മികച്ച അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അങ്ങനെയുള്ളവർ മികച്ച ദാർശനികമായ പൊളിറ്റിക്സിനെ കാണാൻ പറ്റുന്നവർ. അങ്ങനെയുള്ളവർ എന്താ സാമ്പത്തിക നേതാക്കൾ അങ്ങനെ തമ്മിലുള്ള നേതാക്കന്മാർ ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം. പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം കൂടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ, ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും. എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ബാക്ക് സ്ട്രോക്ക്, പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ
ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുമോ? ഇത് ആദ്യം മനസ്സിലാക്കണം. നല്ല മഴയാണ്, ചുറ്റിലും വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വെള്ളത്തിൽപ്പെട്ടാൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താം, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കണ്ണദാസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ജലാശയ അപകടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരിട്ട് കാണുന്ന ആൾക്ക് വെള്ളത്തിലൊരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ നേരിൽ കാണുന്നത് അവർക്ക് മാത്രമേ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അത് 3 മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ്, അത് ആരായാലും, എത്ര സ്വിമ്മർ ആണെങ്കിൽ പോലും, എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലമുള്ള ആളാണെങ്കിലും 3 മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ 3 മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസ് ആവും. അടുത്ത 6 മുതൽ 9 മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും. അപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്ത് ചാടരുത്. വെള്ളത്തിലകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് നീന്തിപ്പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിൻ്റെ ജീവൻ അപകടത്തിലാക്കും. അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, ആ സ്റ്റെപ്പ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതും പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലേർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ. പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിലൊരു വസ്തു നീട്ടിക്കൊടുക്കുക. അതൊരു വടിയാവാം, അല്ലെങ്കിൽ ഒരു കയറാവാം, അല്ലെങ്കിൽ ഒരു തുണിയാവാം, അല്ലെങ്കിൽ ഒരു സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം. ഒരു 5-6 മീറ്റർ നീളമുള്ള ഒരു സാധനം ഒരു തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ്, വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങി താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ലൈഫ് ജാക്കറ്റ് ആവാം, ലൈഫ് ബോയ് ആവാം, ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റ് ആവാം, ഒരു ക്യാൻ ആവാം, കന്നാസ് ആവാം, എന്തെങ്കിലും ഒരു പാഴ്വസ്തു വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ട്യൂബോ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും. പിന്നീട് നമുക്ക് സാവധാനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം. അടുത്തത് എന്ന് പറയുന്നത് പിന്നെ വെയ്ഡ് എന്നുള്ള മെത്തേഡാണ്. അതായത് വട ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ആളുടെ അടുത്തേ പോയി ആളെ വലിച്ചിങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അപ്പോഴും രക്ഷാപ്രവർത്തന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് റോ, അതായത് തുഴഞ്ഞെടുത്ത് പോകാൻ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ, ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു വള്ളമോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഡിങ്കിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുക, നേരെ മുങ്ങിത്താഴ്ന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു പോവുക, ആളെ ആ റബ്ബർ ഡിങ്കിക്കകത്തോ അല്ലെങ്കിൽ ആ ബോട്ടിനകത്തോ ആ വള്ളത്തിനകത്തോ വലിച്ചു കയറ്റുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നീന്തിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോകുക എന്നുള്ളത്. നീന്തിപ്പോയി രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിറകുവശത്ത് കൂടെ മാത്രം പോവുക. പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ബാക്ക് സ്ട്രോക്ക് നന്നായി നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ലൈവായിട്ട് ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളത് മനസ്സിലാക്കുക. പുറകിലൂടെ പിടിക്കേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളത്തിലൊരാൾ മുങ്ങിത്താഴുകയാണെങ്കിൽ നമ്മൾ പിറകുവശത്ത് കൂടെ പോയിട്ട് ആളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നേരെ മേലോട്ട് ഉയർത്തുക. കഴുത്തിൻ്റെ മേലോട്ട് ഉയർത്തുന്നതിനെന്ന് വെച്ചാൽ, ഒന്ന് ഇയാൾ നമ്മളെ പിടിക്കാതിരിക്കണം, കയറി പിടിച്ച് നമ്മളെ കൺട്രോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിറകുവശത്ത് കൂടെ പോകുന്നത്. കാരണം ഇയാൾ പരിഭ്രാന്തരായിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇയാൾ ശ്വാസം എടുക്കാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ കയറി പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പിറകുവശത്തെ കൂടെ പോകുന്നു, നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വലത്തെ കൈ ഉപയോഗിച്ച് കഴുത്ത് മേലോട്ട് പൊക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും ജലത്തിൻ്റെ ഉപരിതലത്തിൽ വരും, ഇയാൾക്ക് സാവധാനത്തിൽ ശ്വസിക്കാൻ കഴിയും, ഇയാൾ ശാന്തനായി രക്ഷാപ്രവർത്തനോട് സഹകരിക്കും. എന്നതിന് ശേഷം നമ്മൾ ഇയാളുടെ ബോഡി വെയിറ്റ് ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ഒരു കൈ ഉപയോഗിച്ച് ബാക്ക് സ്ട്രോക്ക് നീന്തിയിട്ട് വേണം കരയിലോട്ട് പോകാൻ. ഇത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് ഈ ജലാശയങ്ങളിലെ പിന്നെ അപകടങ്ങളിലെ കണക്കാക്കുന്നത്. രക്ഷാപ്രവർത്തന ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് റെസ്ക്യൂ വർക്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് ജീവനോടെ വെള്ളത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ സാർ, ഈ മുടി പിടിച്ച് വലിക്കുക, സാരി കൊടുക്കുക, അങ്ങനെയുള്ള സാരി പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പറ്റുമോ? മുടിയിൽ പിടിച്ച് ബോധം ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ റീച്ച് എന്ന മെത്തേഡിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മുടിയിൽ കൈ കൊടുത്ത് വലിച്ചു കയറ്റാം. വടി ഉപയോഗിച്ചോ സാരി ഉപയോഗിച്ചോ എന്തെങ്കിലും വള്ളിപ്പടർപ്പോ അല്ലെങ്കിൽ റോപ്പോ ഉപയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കയറ്റാം. അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും വലിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. എത്രയും പെട്ടെന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഫസ്റ്റ് എയ്ഡ് CPR ആണ് കൊടുക്കേണ്ടത്. CPR കൊടുക്കുന്നത് വെച്ചാൽ വെള്ളത്തിൽ വീഴുന്നൊരു കേസാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്രീത്താണ് കൊടുക്കേണ്ടത്. ശരീരത്തിലെ, അതായത് വയറിനകത്തുള്ള വെള്ളം, ലെൻസിനകത്ത് കയറിയിട്ടുള്ള സ്റ്റമക്കിലുള്ള വെള്ളം ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചരിച്ച് കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തിയിട്ടോ വയറിൻ്റെ ഭാഗത്ത് പ്രഷർ കൊടുത്ത് വെള്ളത്തിന് ഔട്ട് ചെയ്യുന്നതിന് ശേഷം എന്നിട്ട് നിരപ്പായ സ്ഥലത്ത് കിടക്കുക. അയാൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അയാളുടെ പൾസ് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ആബ്സെൻ്റ് ആണെങ്കിൽ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 5 ബ്രീത്ത് കൊടുക്കുക. വെള്ളത്തിൽ വീണ ആൾക്ക് ആദ്യം 5 ബ്രീത്താണ് കൊടുക്കേണ്ടത്. അത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം. മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് റെസ്ക്യൂറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി
വേണ്ടി ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു തൂവാലിയോ കർച്ചഫോ എന്തെങ്കിലും വായിക്കകത്ത് വെച്ചതിന് ശേഷം മൂക്കടച്ച് പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെൻസിലോട്ട് വായിലോട്ട് നന്നായി ഊതി കൊടുക്കുക, ഒരു 5 ബ്രീത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാരിയൽ അവസാനിക്കുന്ന പോയിൻ്റായ സ്റ്റെർണം എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ മാസ്റ്റർ ഹാൻഡ് വെച്ചുകൊണ്ട് 2 കൈകളും വെച്ചുകൊണ്ട് 30 കംപ്രഷൻ, ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും വാരിയൽ താഴത്തക്ക രീതിയിൽ 30 കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. വീണ്ടും 5 ബ്രീത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് 1 മിനിറ്റിൽ 100 തവണ ചെയ്യുക. ഒരു മിനിറ്റിനകത്ത് 5 സൈക്കിളായിട്ട് 100 തവണയെങ്കിലും ചെയ്യണം. ബോധം വരുന്നത് വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് CPR, ഇതിനകത്ത് കൊടുക്കുന്ന CPR. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽപ്പെടുന്ന അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെള്ളത്തിൽപ്പെട്ട രക്ഷപ്പെടുത്താം, അതുപോലെ CPR എല്ലാം എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് കണ്ണദാസൻ സാർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂലെ ഓഫീസറാണ്, അപ്പോൾ സാർ പറഞ്ഞു തന്നു. അപ്പോൾ സാർ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗ്രീൻ മാംഗോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞതെന്നാണ്. അപ്പോൾ സാറേ താങ്ക് യു. പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ.
Kerala and Karnataka, the glow of purity. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, gold and diamonds. Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.